ഹലോ, ഇന്ന് എൻ്റെ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അത്യാവശ്യം വായു വട്ടമുള്ള നല്ലൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഞാനിവിടെ 6 ടീസ്പൂൺ മൈദപ്പൊടിയും 3 ടീസ്പൂൺ റവയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര മൈദ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി റവ വേണം. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് മതി. അങ്ങനെ പിഞ്ച് ഓഫ് ടെർമറിക് യൂസ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് മാവ് കിട്ടാൻ. അതിനുശേഷം ഞാനിതിവിടെ ചെറിയ ജീരകം പൊടിച്ചത് ഇടുന്നുണ്ട്. ഏലക്കപ്പൊടിയും കൂടെ വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടുക, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ആൻഡ് അതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത്തയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ഞാനിവിടെ ഒരു ഏത്തയ്ക്ക 8 പീസായിട്ടാണ് എടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പീസാകുമ്പോൾ വറുത്ത് കോരിയെടുക്കാനും എനിക്ക് സൗകര്യമായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് എപ്പോഴെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് ഏത്തയ്ക്ക കിട്ടുന്നത്. ഇവിടെ അങ്ങനെ ഏത്തയ്ക്ക കിട്ടാറില്ല. ആരെങ്കിലും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഏത്തയ്ക്ക കൊണ്ടുവരാറ്. പിന്നെ കൊണ്ടുവന്നാലും അറിയാമല്ലോ, ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല, പെട്ടെന്ന് കേടായി പോവും. സോ അതിനുള്ളിൽ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. വർഷത്തിൽ ഒരു 2-3 തവണ നമുക്കങ്ങനെ ഏത്തയ്ക്ക കിട്ടാറുള്ളൂ. അതിൻ്റെ അപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ട സ്നാക്സ് ആയതുകൊണ്ട് ഒട്ടും മിസ് ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ ഒരു 8 പീസായിട്ടാണ് ഓരോ ഏത്തയ്ക്കയും കട്ട് ചെയ്യുന്നത്. ഒരുപാട് തിന്നല്ല എന്ന് വെച്ചാൽ ഒരുപാട് കട്ടി കൂടിയിട്ടും അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിക്കുക. എന്താണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ, ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായി നോക്കാനായിട്ട് ബാറ്ററിൻ്റെ ഒരു തുള്ളി ഇട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ സെറ്റാണ് സാധനം. ഇനി നമ്മുടെ മാവിൽ മുക്കുന്നു, അങ്ങനെ തിളച്ച എണ്ണയിലോട്ട് ഇടുന്നു. ആൻഡ് പ്രോസസ്സ് റിപ്പീറ്റാണ്. ഞാനിവിടെ അറ്റ് എ ടൈം 5 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. 5 എണ്ണ ഇട്ടിട്ട് എനിക്ക് 5 എണ്ണ ഈ ചട്ടിയിൽ കൊള്ളുള്ളൂ കേട്ടോ. അതുകൊണ്ട് 5 എണ്ണ ഇടുന്നു. പക്ഷെ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നോക്കണം, ഇല്ലെങ്കിൽ തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഈ 1 മിനിറ്റിന് ശേഷം നമ്മൾ തിരിച്ചിടുന്നു. അങ്ങനെ വീണ്ടും മറിച്ചിടുന്നു. അങ്ങനെ ഒരു 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചുവിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് വരുമ്പം നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഓൾറെഡി ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യാനായിട്ട്. ടിഷ്യൂ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയണേക്കാം. കോട്ടൺ ക്ലോത്ത് ഉള്ളവർ അത് വെച്ചാലും മതി കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം. എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ബാറ്റർ പുറത്തില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വേണം കഴിച്ചിട്ട് അഭിപ്രായം പറയാനായിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്കിതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.